ഇസ്രയേൽ പരിപൂർണമായി തകർത്തു എന്ന് ഞെരിപിരി കൊള്ളുന്ന, അല്ലെങ്കിൽ അവർ ആശ്വസിക്കുന്ന, അവർ അഹങ്കരിക്കുന്ന ഈ മൊസാദും ഹിസ്ബുള്ളയും കൃത്യമായി അവർ വീണ്ടും ശക്തി നേടിയെടുത്തുകൊണ്ട് യമനിലെ ഹൂതി വിമതരുമായി ചേർന്നുകൊണ്ട് ഒരു വൻ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതായത് നമുക്കറിയാം, ഇറാനുമായുള്ള ഏറ്റുമുട്ടലിൽ ഹൈഫയും അതുപോലെ തന്നെ ടെല്ലവീവിലും ഒക്കെ ഉണ്ടായ നാശനഷ്ടങ്ങൾ ചെറുതല്ല. അവിടെ ഉണ്ടായ കെട്ടിടങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ എന്നത് സമാനതകളില്ലാത്ത നഷ്ടമാണ് അവർക്ക് സംഭവിച്ചത്. എന്നിട്ടും ഇസ്രയേലിന്റെ തള്ളലിന് ഒരു കുറവുമില്ല. വലതുപക്ഷ മാധ്യമങ്ങൾ, അത് നമ്മുടെ രാജ്യത്തായിരുന്നാലും പുറത്തായിരുന്നാലും വലതുപക്ഷ മാധ്യമങ്ങളൊക്കെ ഇസ്രയേലിനെ പരിപൂർണമായി സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. BJP അജണ്ടകൾ കാത്തു സൂക്ഷിക്കുന്ന ഗോദി മീഡിയകളും ഇസ്രയേലിന് വേണ്ടി ജയ് വിളിക്കുകയാണ്. വാസ്തവത്തിൽ ഇറാന്റെ ചെറുത്തുനിൽപ്പും പ്രതിരോധവും എന്താണ് എന്നുള്ളത് ഇസ്രയേൽ കണ്ടു എന്ന് മാത്രമല്ല, ഇസ്രയേൽ നേരിട്ട് കൊണ്ടറിഞ്ഞു. അയത്തുള്ള അൽ ഖമനി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഞങ്ങളെ കടന്നാക്രമിച്ചാൽ ഞങ്ങൾ വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്നാണോ നിങ്ങളുടെ വിചാരം? നിങ്ങൾക്ക് ആണവായുധമുണ്ട് എന്ന് പറയുന്നു. ഞങ്ങൾക്ക് ആണവായുധമുള്ള രാജ്യങ്ങൾ ഞങ്ങളോടൊപ്പം സുശക്തമായി നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഞങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. നമുക്കറിയാം, ഇറാന്റെ ചബഹർ പോർട്ടും ഇറാൻ വിചാരിച്ചാൽ അടയ്ക്കാൻ കഴിയുന്ന ഹോർമൂസ് കടലിടുക്കുമൊക്കെ ഏറ്റവും വ്യക്തമായ ഇറാന്റെ കയ്യിലെ വജ്രായുധങ്ങളാണ്. ഇറാനെ തകർത്തുകൊണ്ട് ഇവിടെ ഹോർമൂസ് കടലിടുക്കിലൂടെ പിന്നെ നിലവിൽ കപ്പൽ ഗതാഗതം നടത്തുന്ന രാജ്യങ്ങളൊന്നും സുഗമമായി നടത്താൻ കഴിയില്ല. കടലിടുക്കങ്ങ് അടച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് ഇസ്രയേലിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് ഇറാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ 9.25 കോടി ജനങ്ങളെ അങ്ങനെ മുൾമുനയിൽ നിർത്തി നിങ്ങളുടെ 19 ലക്ഷം ജനങ്ങളങ്ങ് സുഖിക്കും എന്ന് വിചാരിച്ചോ എന്നുള്ളതാണ് കൃത്യമായി ഇസ്രയേലിനോട് അയത്തുള്ള അൽ ഖമനി വ്യക്തമാക്കിയിരിക്കുന്നത്. തെമ്മാടിത്തരവും അഹങ്കാരവും കൂട്ടിക്കുഴച്ച നെറികെട്ട നരാധമനായ ബെഞ്ചമിൻ നെതന്യാഹു ഇനി ലോകത്തെവിടെ പോയാലും സമാധാനമായി ഉണ്ടുറങ്ങില്ല എന്ന് വ്യക്തമാക്കി കൊടുത്തിരിക്കുകയാണ് ആയത്തുള്ള അൽ ഖമനി. അത് മാത്രമല്ല, ഹൂതി വിമതരെ തൊട്ടുകളിച്ചതിന് കിട്ടാൻ പോകുന്ന മറുപടി എന്താണെന്ന് കരുതിയിരുന്നോ എന്നുള്ളതാണ് വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. യമനിലെ ഹൂതി വിമതർ ഏതൊക്കെ രീതിയിലായിരിക്കും തിരിച്ചടിക്കാൻ പോകുന്നതെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയാത്ത 7ന്റെ പണിയായിരിക്കും കിട്ടാൻ പോകുക എന്ന് വ്യക്തമാക്കുകയാണ്.